അല്ലാതെ നടക്കട്ടെ. എന്തായാലും ഇങ്ങനെ വിവാദമൊക്കെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പം എന്താണ് സംസ്കാരം, എന്താണ് ഗുരു, എന്തൊക്കെയാണ് ഗുരുത്വം, ആ സങ്കല്പം എന്താണ്, നമ്മുടെ ഒരു പാരമ്പര്യം എന്താണ് എന്നതൊക്കെയും കൂടെ ചർച്ചാ വിഷയമാകുമല്ലോ. അതിനോടൊപ്പം ചർച്ചാ വിഷയമാകുന്ന വേറെ ചില കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് സ്വന്തം ഗുരുവിന്റെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുക, റിട്ടയർ ചെയ്തു പോകുന്ന ഗുരുവിനെ കുഴിമാടമൊരുക്കുക, അധ്യാപകനെ റോഡിലിട്ട് കാലുകൾ കൊത്തിയെരിഞ്ഞു വികലാംഗനാക്കുക, അധ്യാപകനെ സ്വന്തം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഇഞ്ചിഞ്ചായി വെട്ടിക്കൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഗുരുത്വത്തിന്റെ ഭാഗമായി ഇവർ പുരോഗമന കാലത്തെ ഗുരുത്വത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യട്ടെ. പിന്നെ ഗവർണർ അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പാരമ്പര്യം, ആ സംസ്കാരമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആരുടെയും സംസ്കാരം അടിച്ചേൽപ്പിക്കേണ്ട ഒരു സ്ഥലമല്ലല്ലോ വിദ്യാലയം. തീർച്ചയായും വിദ്യാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം പഠിപ്പിക്കേണ്ട സ്ഥലമാണ്. സംസ്കാരം പഠിപ്പിക്കേണ്ട സ്ഥലമാണ് ഈ നാടിന്റെ. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ, എത്രയോ കാലമായി ഭാരതീയ വിദ്യാഭവന്റെ സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണ്. 1000-ഓളം വിദ്യാലയങ്ങളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കറിയോ ഭാരതീയ വിദ്യാഭവന്റെ, ഭാരതീയ വിദ്യാനികേതന്റെ 1000-ഓളം സ്കൂളുകളുണ്ട് കേരളത്തിൽ. വിദ്യാനികേതൻ സ്കൂളുകളിൽ മാത്രമല്ല പാദപൂജയും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. അമൃതാനന്ദമയി മഠത്തിന്റെ സ്കൂളുകളുണ്ട്, ചിന്മയ വിദ്യാലയങ്ങളുണ്ട്. ഇവിടെ എല്ലാമുള്ള എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണിത്. സംസ്കാരം അടിച്ചേൽപ്പിക്കുകയല്ല, സംസ്കാരം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധ്യാപകരെ ബഹുമാനിക്കണമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷെ പാദപൂജ ചെയ്തുകൊണ്ടാണ് അല്ല, അതെന്തിനാ ഇങ്ങനെ ഇവര് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ ബഹുമാനിക്കുന്നത്? അധ്യാപകർ ജോലി ചെയ്യുന്നു, അവര് ശമ്പളം മേടിക്കുന്നു, അവർക്ക് പ്രത്യേക ബഹുമാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്തിനാ ബഹുമാനിക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം? ആത്മാഭിമാനമുള്ളവൻ, സ്വയം ബഹുമാനമുള്ളവൻ എന്തിനാ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്? അധ്യാപകൻ ചെയ്യുന്നത് ശമ്പളം മേടിച്ചുള്ള ജോലിയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിൽ പറമ്പിൽ ജോലിക്ക് വരുന്നത് പോലെയും അല്ലെങ്കിൽ വണ്ടി അങ്ങനെയുള്ളത് പോലെ ഒരു ജോലി. അതിന് പ്രത്യേക ബഹുമാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പറയൂ, ഉണ്ടോ? അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ അധ്യാപകരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ ഈ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഈ ഒരു ആചാരം അത് ഈ കാലത്തൊക്കെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഈ അധ്യാപകരുടെ കാല് കഴുകിയൊക്കെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിനൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? നമ്മൾ ഇന്ന് അതാണോ പഠിക്കുന്നത്? അധ്യാപകരെ ബഹുമാനിക്കേണ്ടതല്ല എന്നല്ല ഇവിടെ ആരും പറയുന്നത്. അല്ല, അങ്ങനെ ബഹുമാനം തന്നെ വേണ്ടെന്നേ. പണ്ട് കാലത്തൊക്കെ ബഹുമാനിച്ചിരുന്നു, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ആൾക്കാർ കൂടുതൽ പുരോഗമന കാലത്തേക്ക് വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കണ്ട. അതിന് പകരം നമുക്ക് കസേര കത്തിക്കാം, കുഴിമാടം ഒരുക്കാം, വെട്ടിക്കൊല്ലാം, അങ്ങനെയുള്ള പുരോഗമനപരമായ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പീഡനങ്ങളുമുണ്ട്. അതും ഇവിടെ നോക്കേണ്ട കാര്യമാണ്. അതും ചെയ്യണം, സംശയം എന്താ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ആരെ ന്യായീകരിക്കുന്നത്? ഇത് കാലാകാലങ്ങളായി ഇവിടുത്തെ വിദ്യാനികേതൻ സ്കൂളുകളിൽ ഈ കേരളത്തിൽ എത്രയോ അതാണ് ശ്രീ ഷാബു പ്രസാദ് എല്ലാവരും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണ് ഇത്തരം ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത്. അതെ, RSS നിയന്ത്രണമുള്ള സ്കൂളുകളിൽ, RSSന്റെ നിയന്ത്രണമുള്ള സ്കൂളുകളിൽ അവർ സംസ്കാരം പഠിപ്പിക്കുന്നു. അതിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല, അവരുടെ രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല. പിന്നെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുള്ളപ്പോഴാണല്ലോ ഇതൊരു പരാതിയായി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏത് വിദ്യാർത്ഥിക്കാണ് പ്രശ്നമുള്ളത്? ഇവന്മാർക്കുള്ള പ്രശ്നം, ഈ ഊളകൾക്കുള്ള പ്രശ്നമൊന്നും നിങ്ങൾ പറയണ്ട. ആ കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാ പ്രശ്നം? ഈ പ്രശ്നമുള്ള വിദ്യാർത്ഥികളാണല്ലോ ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണല്ലോ ഈ വാർത്തകൾ വിവാദമാകുന്നതും. KSU SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അത് അല്ല, വിദ്യാർത്ഥി SFIയും KSUവും ഒക്കെ ചെയ്യട്ടെ. പക്ഷേ ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടിയും ഒരു രക്ഷകർത്താവും ഈ നിമിഷം വരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. അവർ അഭിമാനത്തോടെ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാല് പിടിപ്പിക്കാം, കയറി വരുന്നവരെ, ഒരു നിവേദനം കൊടുക്കാൻ വരുന്നവരെ, അവിടെ പാലക്കാട്ടെ അമ്മയുടെ ആ 2 കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയ അമ്മ വന്നപ്പോ മുഖ്യമന്ത്രിയുടെ കാലെ വീഴിച്ചു. VS അച്യുതാനന്ദന്റെ കാലെ വീഴുന്ന ചിത്രങ്ങൾ ഇപ്പൊ ഇഷ്ടം പോലെ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. ഷാബു പ്രസാദ്, ഈ അനുഗ്രഹം വാങ്ങുന്നത് ഈ കാല് കഴുകുന്നത് പോലെയാണോ അത്? അല്ല, ഏതുപോലെയാ പിന്നെ? എന്തിനാണ് ഈ കുനിയുന്നതും കാലെ പിടിക്കുന്നതും? എന്തിനാണ് മുഖ്യമന്ത്രിയുടെ കാലെ തൊടുന്നത്? കാലെ തൊടാതെ അനുഗ്രഹിക്കാൻ പറ്റില്ല. എന്തിനാണ് നിങ്ങൾ കാലെ തൊടുന്നത്? മുഖ്യമന്ത്രിയുടെ അതെ, തീർച്ചയായും കാല് തൊടേണ്ട കാര്യമില്ല.
കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത്രയങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഈ വലിയ പുരോഗമനം പറയുന്നവൻ ഒരു സൈഡിൽ കൂടി ഈ പണി ചെയ്യരുത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.